وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح من زكاها وقد خاب من دساها സ്നേഹമുള്ള മുസ്ലിം സഹോദരങ്ങളെ സഹോദരികളെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ലഭിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളും വിശ്വാസിനികളുമായി ജീവിക്കണമേ എന്ന് എന്നോടൊന്ന് പോലെ നിങ്ങളോട് ഉപദേശിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഒരു മാസക്കാലത്തെ കഠിനമായ തീവ്രമായ വ്രതത്തിന് ശേഷം ആത്മവിശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും ഈമാനിക മാധുര്യത്തിൻ്റെയും ഈദുൽ ഫിത്ർ ആഘോഷിക്കുകയാണ്. വിശുദ്ധ റമളാനിനെ നമ്മൾ സമൃദ്ധമാക്കി ഈമാനിൻ്റെ മാധുര്യം കൊണ്ട് ഇന്ന് ഈദ് ആഘോഷിക്കുമ്പോൾ ആ റമളാനിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഒരു തിരിച്ചു നടക്കുകയല്ല. ആ റമളാനിൻ്റെ ആത്മാവിനെ നെഞ്ചിലേറ്റി മുന്നോട്ടു പോകാനുള്ള ഒരു പ്രതിജ്ഞയുമായിട്ടാണ് നമ്മൾ ഈദ്ഗാഹുകളിലേക്ക് വന്നത്. ഈദ്ഗാഹുകളിൽ ഉയർന്നു കേൾക്കുന്ന തക്ബീർ, ആ തക്ബീർ ധ്വനികൾക്ക് ഒരാത്മഫലമുണ്ട്, ഒരു ഉൾക്കരുത്തുണ്ട്. ആ ഉൾക്കരുത്താണ് ലോകത്ത് വിജയം കൊയ്തെടുക്കാൻ സാധിച്ചത് എന്ന് കാണാൻ സാധിക്കും. നമ്രൂദിന്റെ മുമ്പിൽ, ഫിർഔനിന്റെ മുമ്പിൽ, അബൂജഹലിന്റെ മുമ്പിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് കരുത്തായത്, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് കരുത്ത് നൽകിയത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കരുത്ത് നൽകിയത് ഈ ഒരു തക്ബീർ ധ്വനികളായിരുന്നു. അതൊരു പൈശാചികതയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടമായിരുന്നു. റമളാനിലൂടെ നാം നേടിയിട്ടുള്ള ആത്മീയമായ വിശുദ്ധി ഈ തക്ബീർ ധ്വനികളുടെ ആത്മബലവും ഉൾക്കരുത്തും കൊണ്ട് ഈമാനിനെ, വിശ്വാസത്തെ നമ്മൾ ഊട്ടിയുറപ്പിക്കുകയാണ്. വിശ്വാസം കപടതകളില്ലാത്ത, വഞ്ചനകളില്ലാത്ത തെളിഞ്ഞ ഒരു ഹൃദയമാണ് വിശ്വാസം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാപട്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. കാപട്യങ്ങൾ ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോക സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് കാപട്യമില്ലാത്ത ഒരു ഹൃദയവും ഈമാനിന്റെ മധുരവും തക്ബീറിന്റെ ആ ഉൾക്കരുത്തുമായി നമ്മൾ ജീവിക്കേണ്ടതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാതിലടച്ചു, തഴുതുമിട്ടു, വാതായ നിങ്ങൾക്ക് കർട്ടനിട്ടു, വെള്ളത്തുണി കൊണ്ട് മൂടി വെച്ചു, കള്ളക്കണക്കിൽ ചുളിവ് തീർക്കാൻ. ഇന്ന് ലോകത്തിന്റെ ഗതികൾ അങ്ങനെയാണ്. ലോകത്തിന്റെ വർത്തമാനകാല സാഹചര്യത്തിൽ മനുഷ്യരൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് യഥാർത്ഥമായ സ്നേഹവും സൗഹൃദവും എന്താണ് എന്നും യഥാർത്ഥമായ വിശ്വാസവും ഉൾക്കരുത്തും എന്താണെന്നും ഈ ഈദാഘോഷത്തിലൂടെ ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാൻ കഴിയണം. മതമെന്ന് പറയുന്നത് സ്നേഹമാണ്. മതമെന്ന് പറയുന്നത് സൗഹൃദമാണ്. മതമെന്ന് പറയുന്നത് വെറുപ്പിനും സ്വാർത്ഥതക്കും എതിരെയാണെന്ന് പറയാൻ സാധിക്കണം. ഇന്ന് ലോകമാകെ വെറുപ്പിന്റെ, സ്വാർത്ഥതയുടെ, വർഗീയതയുടെ, വംശീയതയുടെ, ആ വംശീയതയിലൂടെയും വർഗീയതയിലൂടെയും
വെറുപ്പിലൂടെയും അധികാരം കൈയാളുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഒരു സന്ദർഭത്തിലാണ് ഈ ഈദിന്റെ, ഈ പെരുന്നാളിന്റെ പ്രാധാന്യവും അതിന്റെ ഗൗരവവും തക്ബീർ ധ്വനികളിലൂടെ നമ്മൾ ഉയർത്തുമ്പോൾ ആ തക്ബീർ ധ്വനികളിൽ നിന്ന് ഉയർന്നു വരുന്ന നമ്മളിലുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ, ആ ഒരു ഉൾഫലമുണ്ടല്ലോ, ആ ഉൾഫലമാണ് ഈ പെരുന്നാളിന്റെ സന്ദേശമായി നമുക്ക് ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാനുള്ളത്. എവിടെ നോക്കിയാലും വംശീയമായ, വർഗീയമായ വെറുപ്പുൽപാദിപ്പിക്കുന്ന അധികാര കേന്ദ്രങ്ങളാണ് ലോകത്ത് മുഴുവനും നമ്മൾ ഈ സാഹചര്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ആ വെറുപ്പിൽ നിന്ന് സ്നേഹത്തിലേക്ക്, സമാധാനത്തിലേക്ക്, സൗഹൃദത്തിലേക്ക് മനുഷ്യരെ തിരിച്ചു കൊണ്ടുവരേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ടത്. ഒരുപാട് ആളുകൾ ലോകത്ത് വംശീയമായി, വർഗീയമായി ഉന്മൂലനത്തിന്റെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കഫം പുടവയെ പുതുവസ്ത്രമാക്കുന്ന, കണ്ണുനീർ തുള്ളികൾ അത്തറായി മാറുന്ന, രക്തക്കറകളെ മൈലാഞ്ചിയാക്കി അണിഞ്ഞുകൊണ്ട് ഫലസ്തീനിന്റെ മണ്ണിൽ ഒരു സമൂഹം നടത്തുന്ന പോരാട്ടം നമ്മൾ ഈ ആഘോഷിക്കുന്ന പെരുന്നാളിന്റെ ദിനത്തിൽ നമുക്ക് മറക്കാൻ സാധിക്കുകയില്ല. ഏതൊരു ഭാഗത്ത് തിരിഞ്ഞു നോക്കിയാലും മനുഷ്യന്റെ വിശ്വാസവും മതവിശ്വാസവും അതൊക്കെ മൗലിക അവകാശമാണ് എന്ന് പറയുമ്പോഴും ഒരു വിശ്വാസിയുടെയും മനുഷ്യരുടെയും ഒക്കെ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയും വിശ്വാസം മൗലികമാണ്, അത് ഓരോരുത്തരുടെയും അവകാശമാണ്, അത് ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല എന്ന്. പള്ളികൾ തർപ്പോളിൽ മറച്ചുകൊണ്ട് ഇവിടേക്ക് ഈ ജുമുഅക്ക് വിശ്വാസികൾ വരേണ്ടതില്ല എന്ന് പ്രഖ്യാപിക്കുന്ന വെറുപ്പിന്റെ ലോകം സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ പെരുന്നാളിന്റെ സന്ദേശമായി കൊണ്ട് നമുക്ക് സമർപ്പിക്കാനുള്ളത് ലാ യജ്രിമന്നകും ശനആന ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു. ഒരു ജനസമൂഹത്തോട് നിങ്ങൾക്ക് അല്പം വെറുപ്പുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ട് എങ്കിൽ, നിങ്ങൾ നീതി പ്രവർത്തിക്കാതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കട്ടെ എന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരു വലിയ സന്ദേശമാണ് ഈ പെരുന്നാളിന്റെ സന്ദേശമായി കൊണ്ട് നമുക്ക് ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കാനുള്ളത്. മതങ്ങൾക്ക് പറയാനുള്ളത്, ഇസ്ലാമിന് പറയാനുള്ളത് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സമാധാനത്തിന്റെയും അന്തരീക്ഷമാണ്. ഒരു നാടുണ്ടാകുന്നത്, ഒരു രാജ്യമുണ്ടാകുന്നത്, ഒരു പ്രദേശമുണ്ടാകുന്നത് അവിടെ ഒരുപാട് മതവിശ്വാസങ്ങളും ഒരുപാട് ആദർശങ്ങളും ഒരുപാട് സംസ്കാരങ്ങളും ഒക്കെ യോജിക്കുമ്പോഴാണ് ഒരു നാടുണ്ടാകുന്നത്, ഒരു രാജ്യമുണ്ടാകുന്നത്. നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ രാജ്യം എന്ന് പറയുന്നതും ഇവിടെ ആധാരവും ഉണ്ടാകുന്നതിന് മുൻപ് ഈ രാജ്യത്ത് ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, സിഖുകാരനുണ്ട്, മതമുള്ളവനുണ്ട്, മതമില്ലാത്തവനുണ്ട്. എല്ലാവരും ഒത്തൊരുമിച്ച് ജീവിച്ച ഒരു രാജ്യമാണ്. അങ്ങനെ പടുത്തുയർത്തിയ ഒരു രാജ്യമാണ് നമ്മളുടെ ഈ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത്. ഇവിടെ എല്ലാ മതങ്ങളുടെ ഐതിഹ്യങ്ങളും അവരുടെ നിർമ്മിതികളും അവരുടെ സംസ്കാരങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഇന്ത്യ എന്ന് പറയുന്നതും, ഈ ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുന്നതും, ഈ ഇന്ത്യയുടെ ജനാധിപത്യം എന്ന് പറയുന്നതും വളർന്നു വന്നിട്ടുള്ളത്. ഈ ഇന്ത്യ ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. അനേകായിരങ്ങളുടെ വിയർപ്പും അനേകായിരങ്ങളിൽ ചിന്തിയ രക്തവും അനേകായിരങ്ങളുടെ സ്വപ്നവും അതിന്റെ ആകത്തുകയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിന്റെ ആകത്തുകയാണ് ഇന്ത്യയുടെ ജനാധിപത്യം എന്ന് പറയുന്നത്. അതിന്റെ ആകത്തുകയാണ് മതേതരത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഈ രാജ്യം എല്ലാവരുടേതുമാണ്, നമ്മളുടേതുമാണ്. ഈ രാജ്യത്തിന് വേണ്ടി നിലനിൽക്കേണ്ടതും, ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിലനിൽക്കേണ്ടതും, ഈ രാജ്യത്തിലെ ജനാധിപത്യത്തിന് വേണ്ടി നിലനിൽക്കേണ്ടതും, ഈ രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി നിലനിൽക്കേണ്ടതും ഒരു
മുസ്ലിം എന്ന നിലക്ക് നമ്മുടെയൊക്കെ ബാധ്യതയാണ് ഈ പെരുന്നാളിന്റെ സന്ദേശമായി നമുക്ക് പറയാനുള്ളതാണ്. ഇത് എല്ലാവരുടെയും നാടാണ്. ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ക്രൈസ്തവന്റെയും സിഖുകാരന്റെയും മതമുള്ളവന്റെയും മതമില്ലാത്തവന്റെയും നാടാണ്. സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, സമാധാനത്തിന്റെ ഒരുപാട് മാതൃകകൾ ലോകത്തിന് സമ്മാനിച്ച, ലോകത്തിന്റെ മാതൃകയാക്കിയ ഒരു രാജ്യമാണ് ഈ നാട് എന്ന ബോധം നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതൊരു മുസൽമാന്റെ ചിന്തയും ഒരു മുസൽമാന്റെ ആലോചനയും ഒരു മുസൽമാന്റെ വിശ്വാസവുമായിരിക്കണം. അതാണ് ഈ പെരുന്നാളിന്റെ സന്ദേശമായിക്കൊണ്ട് ലോകത്തിന് മുമ്പിൽ നമുക്ക് സമർപ്പിക്കാനുള്ളത്, നമ്മുടെ നാടിന് മുമ്പിൽ നമുക്ക് സമർപ്പിക്കാനുള്ളത്. ഇതൊരു കുടുംബങ്ങൾ ഒരുമിച്ച് കൂടിയ ഒരു കുടുംബ സദസ്സാണ് ഈ ഈദ്ഗാഹ് എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ലോകത്ത്, നാട്ടില്, രാജ്യത്ത് വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഇന്ന് വർത്തമാനകാല സാഹചര്യത്തിൽ നമ്മളുടെ നാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മഹാവിപത്ത് എന്ന് നമ്മൾ പറയുന്ന ലഹരി. വാർത്തകൾ ഓരോ ദിവസത്തെയും പുതിയ വാർത്തകൾ വരുമ്പോൾ പഴയ വാർത്തകൾ നമ്മൾ മറന്നു പോവുകയാണ്. അത്രമാത്രം ഭീകരമായ വാർത്തകൾ ഇങ്ങനെ വന്ന് ഒരു വാർത്തയല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന അമ്മയും മകളും ലഹരി ഉപയോഗിക്കുകയും ആ ലഹരി കടത്തുകാരായി മാറുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം. ക്യാമ്പസുകളിൽ കിലോ കണക്കിന് ലഹരികൾ വിൽക്കുന്ന കുട്ടികൾ വളർന്നു വരുന്ന ഒരു കാലഘട്ടം. ലഹരി ഉപയോഗിച്ച് ജയിലിലെത്തി. ജയിലിൽ നിന്നിറങ്ങിയപ്പോ ആ ജയിലിൽ നിന്നിറങ്ങിയ സുഹൃത്ത് പറഞ്ഞു, ഈ പുറത്തുള്ളതിനേക്കാൾ കൂടുതൽ ലഹരി വിൽപ്പന ജയിലിനകത്ത് നടക്കുന്നു എന്ന് അനുഭവങ്ങൾ പറയുന്നു. ബാംഗ്ലൂരിൽ ഉന്നത പഠനത്തിന് വേണ്ടി ബാംഗ്ലൂരിലെ ശിവാജി നഗറിൽ ഒരു ജ്യൂസ് കടയിൽ വല്ലാതെ തിരക്ക് അനുഭവപ്പെട്ടപ്പോ ഒരുപാട് കുട്ടികൾ ദിവസവും വൈകുന്നേരം അവിടെ കയറി സ്ഥിരമായി ജ്യൂസ് കഴിക്കുന്ന അവസ്ഥ വന്നപ്പോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പോയി നോക്കി. ആ ജ്യൂസിൽ മുഴുവൻ ലഹരിയാണ്. ഇങ്ങനെ ലഹരി നമുക്ക് പിടിച്ചാൽ കയ്യിലൊതുങ്ങാത്ത രൂപത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്ലസ് വൺകാർ പ്ലസ് ടുക്കാരെ അടിക്കുന്നു, പ്ലസ് ടുക്കാർ പ്ലസ് വൺകാരെ അടിക്കുന്നു. അങ്ങനെ അടിപിടിയും ബെസ്റ്റിക്ക് വേണ്ടിയുള്ള കലപിളികളും. ഇങ്ങനെ ആ കലപിലകൾ അവസാനം ക്യാമറ ഉപയോഗിച്ച്, നഞ്ചാക്ക് ഉപയോഗിച്ച് തന്റെ സഹോദരനെ കൊല്ലുന്നതിലേക്കും ആ കൊല്ലുന്നതിൽ ആനന്ദം കണ്ടെത്തുകയും ആ ആനന്ദം ഫേസ്ബുക്കിലൂടെയും തന്റെ സോഷ്യൽ മീഡിയയിലൂടെയും പ്രചരിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു യുവതലമുറ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഭർത്താവ് ഭാര്യയെ കഴുത്തറുക്കുകയാണ്, മകൻ അമ്മയെ കഴുത്തറുക്കുകയാണ്, ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ അടിച്ചു കൊല്ലുകയാണ്, അയൽവാസികളായ 2ഉം 3ഉം 4ഉം പേരെ കൊന്നിട്ട് ഇനിയുമുള്ള അവരുടെ കുടുംബക്കാരെ കൊല്ലാൻ കത്തി വാങ്ങി മൂർച്ച കൂട്ടി നിസ്സംഗനായി നിൽക്കുന്ന ചെന്താമരകളുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ന്യൂജനെ കുറിച്ച് പറയും. ന്യൂജനും ഓൾഡ് എല്ലാം ഇതിൽ പങ്കാളികളായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ കൗമാരവും യൗവനവും അങ്ങനെ നശിച്ചു പോകേണ്ടതല്ല. തൊപ്പിക്കാരനും പൊന്തക്കാരനും അശ്ലീല സാഹിത്യവും ഒക്കെ യുവാക്കളുടെ ഹരമായി മാറിക്കൊണ്ടിരിക്കുന്ന, റോൾ മോഡലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവർക്ക് എല്ലാ ഉപദേശങ്ങളും എല്ലാ നിർദ്ദേശങ്ങളും തന്തവൈബും തള്ളവൈബും അമ്മാവൻ വൈബുമായി മാറി അവരുടെ നൈറ്റ് ലൈഫിലേക്ക് കൗമാരവും യുവത്വവും നീങ്ങുകയാണ്. ആ നൈറ്റ് ലൈഫിൽ കുലുക്കി സർബത്തും ഇൻസ്റ്റയും അവർ ചങ്ങാതിമാരാക്കി മാറ്റുകയും എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം, മുന്തിരിച്ചാറ് പോലുള്ളൊരു ജീവിതം എന്നും അതിന്റെ ആനന്ദ ലഹരിയിൽ തുന്തിലാമെന്മനം മുളിപ്പറക്കണം എന്ന പാട്ടും പാടി ജീവിതം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് എന്ന് കരുതി കൗമാരവും യുവത്വവും മറ്റൊരു വഴിയിലേക്ക് നീങ്ങുമ്പോൾ ആ കൗമാരത്തോട് ആ യുവതയോട്
ഈ പെരുന്നാളിന്റെ സന്ദേശമായിക്കൊണ്ട് നമുക്ക് സമർപ്പിക്കാനുള്ളത് യുവത്വം എന്ന് പറയുന്നത്, കൗമാരം എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഹോമിപ്പിക്കപ്പെടേണ്ട ഒരു സംഗതിയല്ല. ആ കൗമാരത്തിന്, ആ യുവത്വത്തിന് കൃത്യമായ ഒരു ലക്ഷ്യം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ കൗമാരവും ആ യുവത്വവും ഒക്കെ നൈറ്റ് ലൈഫിൽ നിന്ന് പിന്തിരിഞ്ഞ് നടക്കേണ്ട കാലമെത്തിയിട്ടുണ്ട്. ഇൻസ്റ്റയും തൊപ്പിയും തന്തവൈബും ഇതൊന്നുമല്ല ജീവിതം എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ, കുടുംബത്തിലേക്ക് തിരിച്ചു പോകാൻ നിങ്ങളെ കാത്തിരിക്കുന്ന കൗമാരക്കാരോട്, യുവതയോട് ഈ പെരുന്നാളിന്റെ സന്ദേശമായിട്ട് നമുക്ക് പറയാനുള്ളത്, നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു ലോകമുണ്ട്, നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു ഭാവിയുണ്ട്. ഏതെങ്കിലും ചില പുകച്ചുരുളുകളിൽ, ഏതെങ്കിലും ചില പുകയിലയിൽ എവിടെയെങ്കിലും ഹോമിപ്പിക്കപ്പെടേണ്ടതല്ല ഈ മഹത്തായ ജീവിതം എന്ന് പറയുന്നത്. നിങ്ങളെ കാത്തിരിക്കുന്ന, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നിങ്ങളുടെ മാതാക്കളുണ്ട്, പിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, കൊച്ചാങ്ങളമാരുണ്ട്, കൊച്ചനുജത്തിമാരുണ്ട്. പ്രതീക്ഷയോടെ കൂടി നിങ്ങളെ കാത്തിരിക്കുന്ന കുടുംബത്തിലേക്ക് മടങ്ങണം. ലോകം തന്നെ തിരിച്ചു പോവുകയാണ് കുടുംബത്തിലേക്ക്, കുടുംബജീവിതത്തിലേക്ക്. അവിടെ മാത്രമേ സമാധാനം ഉണ്ടാവുകയുള്ളൂ. ഈ ഏപ്രിൽ മാസം മുതൽ ജപ്പാനിലെ സർക്കാർ ഒരു പുതിയ നിയമം കൊണ്ടുവരികയാണ്. ജപ്പാനിലെ സർക്കാർ, അവിടുത്തെ സർക്കാർ ജീവനക്കാർക്ക് മുമ്പിൽ ഒരു പുതിയ നിർദ്ദേശം വെച്ചു. നിങ്ങൾ ആഴ്ചയിൽ 4 ദിവസം ജോലി ചെയ്താൽ മതി, ബാക്കി 3 ദിവസം നിങ്ങൾക്ക് സർക്കാർ ശമ്പളം തരും. ആ 3 ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? ആ 3 ദിവസം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കണം. ലോകം തിരിഞ്ഞു നടക്കുകയാണ്. റഷ്യയും ചൈനയും അമേരിക്കയും തിരിഞ്ഞു നടക്കുകയാണ്. കുടുംബ ജീവിതം തിരിച്ചു പിടിക്കാൻ ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നൈറ്റ് ലൈഫ് ജീവിതത്തിന്റെ ഭാഗമാക്കി ഇൻസ്റ്റയും കുലുക്കി സർവത്തുമാണ് എന്റെ ജീവിതമെന്ന് തെറ്റിദ്ധരിച്ച് എവിടെയോ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന, എവിടെയോ ചിന്തകൾ വഴിമാറിപ്പോകുന്ന കൗമാരത്തെ നമ്മൾ തിരിച്ചു വിളിക്കണം. തിരിച്ചു വിളിക്കാൻ നമുക്ക് സാധിക്കണം. തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കണം. ഈ പെരുന്നാളിന്റെ ഒരു വലിയ സന്ദേശമായിക്കൊണ്ട് നമുക്ക് ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാനുള്ളതാണ്. കുടുംബ ജീവിതത്തിലൂടെ മാത്രമേ ഒരു മനുഷ്യന് സമാധാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഒക്കെയും കണ്ടു മടങ്ങുമ്പോൾ മക്കളെ നമ്മൾ അറിഞ്ഞിടുന്നു. വീടാണ് ലോകം, വലിയ ലോകം. വീട്ടിലെത്തുമ്പോ നമ്മെ തലോടാൻ, നമ്മൾ വഴിതെറ്റുമ്പോൾ നമ്മെ ഒന്ന് ശാസിക്കാൻ, ആ ശാസന തള്ളവൈബല്ലെന്ന് തിരിച്ചറിയാൻ, തന്തവൈബല്ലെന്ന് തിരിച്ചറിയാൻ, അമ്മാവൻ വൈബല്ലെന്ന് തിരിച്ചറിയാൻ കഴിയുന്നിടത്താണ് ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അങ്ങനെ തിരിച്ചു പിടിക്കാൻ സാധിക്കണം. അവിടെ മനുഷ്യന് സമാധാനമുള്ളൂ. മനുഷ്യ ജീവിതം ചുരുങ്ങിയ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഓരോ ഘട്ടത്തിലും നമുക്ക് നമ്മുടേതായ ഒരുപാട് ദൗത്യങ്ങളുണ്ട്. ആ ദൗത്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് പടച്ചവരിലേക്ക് സമാധാനത്തോടു കൂടി യാത്ര പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ പെരുന്നാളിന്റെ സന്ദേശമായി കൊണ്ട് നമുക്ക് ലോകത്തിന് മുമ്പിലൊക്കെ സമർപ്പിക്കാനുള്ളത് സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, സമാധാനത്തിന്റെ, സമന്വയത്തിന്റെ സന്ദേശം മാത്രമാണ്. ആ സന്ദേശമാണ് വിശുദ്ധ ഖുർആൻ ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത്. അത് മനുഷ്യൻ നേടിയെടുക്കുന്നത് അവന്റെ മനസ്സിന്റെ സംസ്കരണത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, മനുഷ്യരെ നിങ്ങളൊക്കെ വിജയിച്ചിരിക്കുന്നത് ഖദ് അഫ്ലഹ മൻ സക്കാഹ. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സംസ്കരിച്ചുവെങ്കിൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. ആ വിജയം ഒരു മാസം നമ്മൾ പ്രാക്ടീസ് ചെയ്തു. ഇനിയുള്ള ദിവസങ്ങളിൽ ആ പ്രാക്ടീസ് ചെയ്ത മാനസികമായ ആ ഒരു ഔന്നിത്യം നിലനിർത്തിക്കൊണ്ട് നമുക്ക് സമാധാനത്തോടെ, സന്തോഷത്തോടെ, സൗഹൃദത്തോടെ ജീവിക്കാൻ സാധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകൾ നേരുകയാണ്. 2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, സാധാരണ പെരുന്നാൾ നമസ്കാരത്തിൽ നമ്മളൊരു ഈദ്ഗാഹ് കളക്ഷൻ എടുക്കാറുണ്ട്. ഇന്ന് എടുക്കുന്ന കളക്ഷനിൽ എല്ലാവരും പ്രത്യേകമായി സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ലഹരി
നമ്മൾ അറിയാത്ത രൂപത്തിൽ അത് ഭീകരമായി കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറമാണ് അതിന്റെ വ്യാപനം എന്ന് പറയുന്നത്. ഇന്നെല്ലാ ഈദ്ഗാഹുകളിലും ലഹരി വിരുദ്ധ പ്രതിജ്ഞ നടക്കുകയാണ്. നമ്മൾ ഈ ഖുതുബ കഴിഞ്ഞതിന് ശേഷം ഒരു 2 മിനിറ്റ് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയും ആ പ്രതിജ്ഞയിൽ പങ്കാളികളാവുകയും ആ പ്രതിജ്ഞ നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയും മാറ്റുകയും ചെയ്യണമെന്ന് കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി പെരുന്നാൾ ആശംസകൾ തരികയാണ്. നമ്മിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകൾ, കുറ്റങ്ങൾ, പോരായ്മകൾ എല്ലാം അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, കഷ്ടപ്പെടുന്നവർ, ദുരിതം അനുഭവിക്കുന്നവർ, അവർക്കെല്ലാം അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് നൽകിയിട്ടുണ്ട്. അള്ളാഹുവേ, അവരുടെ പ്രയാസങ്ങളെല്ലാം നീ ദൂരീകരിച്ച് നീ അവർക്കെല്ലാം ആഫിയത്തും നൽകി അനുഗ്രഹിക്കേണ്ടതാണ്. അല്ലാഹുമ്മ ഖുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم لا تجعلنا مع القوم الظالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. എല്ലാവരും